നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയാണ് ഇന്നത്തെ ക്ലാസ്. ഇതിലെ ഓരോ ചെറിയ കാര്യങ്ങളും നമുക്ക് അത്രയും പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വളരെയേറെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങൾ പഠിക്കാൻ. നന്നായിട്ട് ശ്രദ്ധിച്ച് ഈ ക്ലാസ് മുഴുവനും കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്ലാസ് അവസാന ഭാഗം വരെ കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക. ഇപ്പോൾ ഈ മാപ്പിൽ കാണുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു ചിത്രമാണ്. അതിൻ്റെ സൂചികയിലേക്ക് നോക്കിയാൽ അറിയാം, ഉപദ്വീപീയ പീഠഭൂമി, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഓരോ നിറങ്ങളിലായിട്ട് ഇതെല്ലാം വ്യക്തമായിട്ട് ഈ മാപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഉത്തരമഹാസമതലം കാണാം, ബംഗ്ലാദേശ് കാണാം, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, ഥാർ മരുഭൂമി, അങ്ങനെ ഓരോന്നും, ശ്രീലങ്ക. ഈ ചിത്രം ഒന്ന് നോക്കുക, ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക മാത്രം മതി. ഈ ചിത്രത്തിൽ പൊതുവായി മൊത്തത്തിൽ പറയാനുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു ചിത്രമാണ്, ഈ ഒരു മാപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഈ മാപ്പ് ഒന്ന് മനസ്സിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഓരോ കാര്യങ്ങളും, ജോഗ്രഫി ആയിക്കോട്ടെ, കാലാവസ്ഥ ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങളെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുൻപ്, തൊട്ട് മുൻപുള്ള ജോഗ്രഫി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. ഉപഭൂഖണ്ഡം എന്നാൽ ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളാണ് ഉപഭൂഖണ്ഡങ്ങളെന്ന് പറയുന്നത്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നത്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി. എന്താണ് ഉപഭൂഖണ്ഡം എന്ന് നമ്മൾ പറഞ്ഞു? ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളാണെന്ത്? ഉപഭൂഖണ്ഡങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരികയാണെങ്കിൽ, പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നത്. ഉന്നതമായിട്ടുള്ള പർവ്വത ശിഖരങ്ങളും വിശാലമായ സമതലങ്ങളും മരുഭൂമി പ്രദേശങ്ങളും കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായിട്ടുള്ള പീഠഭൂമി പ്രദേശങ്ങളും തീരസമതലങ്ങളും ദ്വീപുകളുമൊക്കെ ഉൾപ്പെടുന്നതാണെന്ത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമി ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. അതും ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പം നമ്മൾ എന്താണ് ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ പറഞ്ഞു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഓരോ അതിർത്തിയിലും എന്തൊക്കെയാണുള്ളത്, ഭൂപ്രകൃതിപരമായ എന്തൊക്കെ സവിശേഷതകളാണുള്ളതെന്നും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളാണ് ഉപഭൂഖണ്ഡങ്ങൾ. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നത്. ഉന്നതമായ പർവ്വത ശിഖരങ്ങളും വിശാലമായ സമതലങ്ങളും മരുഭൂമി പ്രദേശങ്ങളും കാഠിന്യമേറിയ ശിലകളും ഒക്കെയായിട്ട് കാഠിന്യമേറിയ ശിലകൾ കൊണ്ട് നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങളും തീരസമതലങ്ങളും ദ്വീപുകളുമൊക്കെ ഉൾപ്പെടുന്നതാണെന്ത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തി എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതമാണ്. കിഴക്കേ അതിർത്തി എന്താണ്? അരക്കൻ പർവ്വതനിരകളും പടിഞ്ഞാറേ അതിർത്തി എന്താണ്? ഹിന്ദുക്കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്.
ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഏത്? ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, മറ്റൊരു സമുദ്രവും ഒരു രാജ്യത്തിൻ്റെ പേരിലല്ല അറിയപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര എന്നിവയാണ് എന്ത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള പർവ്വതനിരകൾ. അത് പാകിസ്ഥാനിൽ എന്താണ്? ഹിന്ദുക്കുഷ് പർവ്വതനിരയും, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് ഹിമാലയ പർവ്വതനിരയും. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും എവിടെയാണ്? ഈ പർവ്വത മേഖലയിലാണ് ഉള്ളത്. ഹിമാലയ പർവ്വതനിരയ്ക്ക് തെക്കു ഭാഗത്ത് വിശാലമായിട്ടുള്ള സമതല പ്രദേശമാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായി ഈ സമതലം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ ഹിന്ദുക്കുഷ് പർവ്വതനിരയും, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് ഹിമാലയ പർവ്വതനിരയും വിശാലമായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും എവിടെയാണ്? ഈ പർവ്വത മേഖലയിലാണ് ഉള്ളത്. ഇനി ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്തായിട്ട് വിശാലമായിട്ടുള്ള സമതല പ്രദേശമാണുള്ളത്. അതാണ് നമ്മുടെ ഉത്തര മഹാസമതലം. അത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായിട്ടുള്ള ഈ സമതലം രൂപപ്പെടുത്തുന്നതിന് കാരണമായിട്ടുള്ളത്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമി എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങളെന്ന് പറയുന്നത്. എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. വളരെ വിരളമായിട്ട് മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളും എന്താണ് അവിടുത്തെ സ്വാഭാവിക സസ്യജാലങ്ങളെന്ന് പറയുന്നത്. അതുപോലെ മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് പറയുന്നത്. കാലാവസ്ഥയുടെ കാര്യത്തിൽ വൈവിധ്യങ്ങളുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ. പക്ഷേ എന്നിരുന്നാലും പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നുണ്ട്. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ചാണ് ദിശ മാറുന്നത്. അപ്പോൾ പൊതുവേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ നമ്മൾ മൺസൂൺ കാലാവസ്ഥ എന്നാണ് പറയുന്നത്. ഈ മൺസൂൺ എന്ന് പറയുന്ന വാക്ക് വന്നത് എവിടെ നിന്നാണെന്നറിയോ? ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റുകൾ സ്വാധീനിക്കുന്നുണ്ട്. ഈ കാറ്റെന്ന് പറയുന്നത് ഓരോ ഋതുക്കൾക്കനുസരിച്ചും ദിശ മാറുന്നവയാണ് ഈ കാറ്റുകൾ. സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു.
ഇവിടേക്ക് സമുദ്രത്തിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം. സൂര്യൻ്റെ അയനം മൂലം എന്താണ്? ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പം ഈ കരഭാഗത്തെ വായു എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നുണ്ട്. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് എന്താണ്? ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സൂര്യൻ്റെ അയനം മൂലം എന്ന് പറഞ്ഞപ്പം എന്താണ് സൂര്യൻ്റെ അയനമെന്ന് ചോദിച്ചാൽ, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. എന്താണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിൻ്റെ കാരണം. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിലും ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് എന്താകുന്നുണ്ട്? കാരണമാകുന്നുണ്ട്. അപ്പം മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മുഴുവൻ വ്യാപകമായിട്ട് മഴയ്ക്ക് എന്താണ്? കാരണമാകുന്നുണ്ട്. ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചുയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്കു പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായിരിക്കുകയും മഴയുടെ അളവ് എന്താണ്? കുറവായിരിക്കുകയും ചെയ്യും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് ഈ ഭാഗം ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. അപ്പോൾ എന്താണ്? കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. ഈ സമയത്ത് എന്താ? സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് എന്ത് ചെയ്യും? വീശും. അങ്ങനെ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യും. മെയ് ജൂൺ മാസങ്ങളിലൊക്കെ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൊത്തം വ്യാപകമായിട്ട് മഴയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാരണമാകുന്നുണ്ട്. ഇനി ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമല്ലോ. ആ മുകളിലാക്കുന്ന സമയത്ത് എന്താ? സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചുയരും. അപ്പോൾ ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശും. ഒന്നും കൂടി പറയാം. ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാവും. ആ സമയത്ത് സമുദ്രോപരിതലത്തിലെ വായു എന്ത് ചെയ്യും? ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. അപ്പോൾ ഇവിടേക്ക് എന്താ? ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശും. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കു കിഴക്ക് നിന്ന് എന്താണ്? തെക്കു പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായിരിക്കും. അപ്പോൾ എന്താണ്? മഴയുടെ അളവ് എന്തായിരിക്കും? കുറവുമായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗങ്ങളിൽ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാരണമാകുന്നുണ്ട്. ഈ സമയത്ത് എന്താണ്? കാറ്റുകൾ പൊതുവെ വരണ്ടതായിരിക്കുന്നത് കൊണ്ട് മഴയുടെ അളവ് കുറവായിരിക്കുമെന്ന് പറഞ്ഞില്ലേ? ദക്ഷിണായന കാലത്ത് നമ്മളിവിടെ തൊട്ട് മുൻപായിട്ട് പറഞ്ഞു. ദക്ഷിണായന കാലത്തെ കാര്യം പറഞ്ഞു. ആ സമയത്ത് എന്താ? വരണ്ടതായിരിക്കുന്നത് കൊണ്ട് തന്നെ മഴയുടെ അളവ് കുറവുമായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നതെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഏതൊരു പ്രദേശം, അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏതൊരു പ്രദേശമായാലും അക്ഷാംശസ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്, ഇതൊക്കെ എന്താണ്? ഒരു പ്രദേശത്ത് മഴ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശസ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. ഇതൊക്കെ എന്താണ്? ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്.
ഉത്തരായന രേഖയ്ക്ക് വടക്കുഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കുഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. എന്താണ്? പ്രധാന അക്ഷാംശ രേഖയായിട്ടുള്ള ഉത്തരായന രേഖയുടെ ഇരുവശത്തും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഉത്തരായന രേഖയുടെ വടക്കുഭാഗത്താണെങ്കിൽ മിതോഷ്ണ കാലാവസ്ഥയും തെക്കുഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ ഈ അന്തരം പൊതുവെ മിതമായിരിക്കും. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രധാന അക്ഷാംശ രേഖയായിട്ടുള്ള ഉത്തരായന രേഖയുടെ ഇരുവശങ്ങളിലും വ്യത്യസ്ത കാലാവസ്ഥയാണ്. ഉത്തരായന രേഖയുടെ വടക്കുഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കുഭാഗത്ത് ഉഷ്ണകാലാവസ്ഥയും അനുഭവപ്പെടും. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയുടെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണെന്ത്? ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറവായതിന് കാരണം ഇതാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ ചിത്രത്തിൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത്? ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ ആ സ്ഥലങ്ങളിൽ പെയ്യിക്കും. അഭിമുഖമായിട്ട് നിൽക്കുന്ന പ്രദേശമാണ് ഈ പർവ്വത പ്രദേശമാണ്. ഇവിടെ കാറ്റിനെ തടഞ്ഞു നിർത്തി ഇവിടെ ധാരാളം മഴ ലഭിക്കും. പക്ഷെ അതിൻ്റെ പടിഞ്ഞാറേ ചരിവായിട്ടുള്ള കേരളത്തിൽ ഇവിടെ ധാരാളം മഴ ലഭിക്കുമ്പോൾ കിഴക്കൻ ചരിവായിട്ടുള്ള തമിഴ്നാട്ടിൽ സഹ്യപർവ്വതമാണിതെങ്കിൽ ഇതിൻ്റെ പടിഞ്ഞാറേ ചരിവായിട്ടുള്ള കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ കിഴക്കൻ ചരിവായിട്ടുള്ള തമിഴ്നാട്ടിൽ മഴ വളരെ കുറവായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് മഴനിഴൽ പ്രദേശങ്ങളെന്ന് പറയുന്നത്. മഴ കുറവായ ഇത്തരം പ്രദേശങ്ങളെ പൊതുവെ അറിയപ്പെടുന്നതാണ് മഴനിഴൽ പ്രദേശം എന്ന്. ഒന്നും കൂടി ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ സഹ്യപർവ്വതമാണെങ്കിൽ ഇതിൻ്റെ പടിഞ്ഞാറേ ചരിവായിട്ടുള്ള കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്. ഈർപ്പവാഹിയായ കാറ്റിനെ തടഞ്ഞു നിർത്തി ഇവിടെ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഇതിൻ്റെ കിഴക്കൻ ചരിവായിട്ടുള്ള തമിഴ്നാട്ടിൽ മഴ വളരെ കുറവാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മഴ കുറവായി ലഭിക്കുന്ന ഇത്തരം പ്രദേശങ്ങളാണ് മഴനിഴൽ പ്രദേശങ്ങളെന്ന് പറയുന്നത്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സമില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. ഇപ്പോൾ പർവ്വതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും പർവ്വതങ്ങൾക്ക് സമാന്തരമായിട്ട് ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് വീശുകയാണെന്നുണ്ടെങ്കിൽ അതിന് തടസ്സങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ മഴ പെയ്യിക്കാതെ ഈ കാറ്റ് കടന്നു പോകും. അങ്ങനെ രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണം ഇതാണ്. രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയാവാൻ കാരണം പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ യാതൊരു തടസ്സവും ഇല്ലാത്തത് കൊണ്ട് മഴ പെയ്യിക്കാതെ ഇത് കടന്നു പോവുകയും അതുകൊണ്ടാണ് ആ പ്രദേശം മഴ ലഭിക്കാത്ത പ്രദേശങ്ങളായിട്ട് മാറുന്നത്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. സമുദ്രത്തിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന ഒരു വരണ്ട കാലാവസ്ഥയുമായിരിക്കും. കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ
ഇതൊക്കെ ഇന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഈ മഴയുടെ അളവും മഴയുടെ വിതരണവും അതിലെ ഏറ്റക്കുറച്ചിലുകളും ഒക്കെ എന്താണ്, ഈ കൃഷിയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും കൃഷിക്ക് എന്താണ്, ഈ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഓരോ പ്രദേശത്തും കൃഷി ചെയ്യുന്ന വിളകൾ വ്യത്യസ്തമായിരിക്കാം. മഴ കൂടിയ അളവുള്ള സ്ഥലങ്ങളിൽ പല കൃഷികളാണെങ്കിൽ മഴ കുറഞ്ഞ സ്ഥലങ്ങളിൽ വേറെ തരത്തിലുള്ള കൃഷികളായിരിക്കാം. അതൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നെല്ല് നോക്കുകയാണെങ്കിൽ നെല്ലിന് എന്താണ്, ധാരാളം ജലം ആവശ്യമുള്ള കൃഷിയാണ് നെൽകൃഷി. വിത്ത് വിതയ്ക്കുന്നത് ജൂൺ മാസത്തിലാണ് പൊതുവെ. വിളവെടുപ്പ് മാസം എന്ന് പറയുന്നത് സെപ്റ്റംബറാണ് നെല്ലിൻ്റെ. ഗോതമ്പാണെങ്കിലോ ഗോതമ്പിന് മിതമായ അളവിലാണ് ജലം ആവശ്യമുള്ളത്. അത് ഒക്ടോബർ മാസത്തിൽ വിത്ത് വിതച്ച് മാർച്ച് മാസത്തിലാണ് വിളവെടുക്കുന്നത്. തണ്ണിമത്തൻ നോക്കുകയാണെങ്കിൽ വിരളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ എന്താണ്, ഇത് ജലസേചന സൗകര്യം ആവശ്യമാണ് ഇതിന്. ഏപ്രിൽ വിത്ത് വിതച്ചാൽ ജൂണിലാണ് പൊതുവെ വിളവെടുക്കുന്നത്. വ്യത്യസ്ത കാലങ്ങളിലാണ് എന്താണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായി. ഇതെല്ലാ വിളകളും ഒരേ കാലത്തല്ല കൃഷി ചെയ്യുന്നത്. ഇതിനാവശ്യമായ ജലത്തിൻ്റെ അളവ് ഒരുപോലെയല്ല, ഒരേ സമയത്തല്ല ഇതിൻ്റെ ഒന്നും വിളവെടുപ്പെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, വ്യത്യസ്ത കാലങ്ങളിലായിട്ട് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഓരോ വിളയ്ക്കും ആവശ്യമുള്ള ജലത്തിൻ്റെ തോതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോ വിളകളും കൃഷി ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ കാലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൃഷി ഇറക്കുന്നില്ലേ, അതിനെ നമ്മൾ കാർഷിക കാലങ്ങളെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഓരോ വിളയും വിതയ്ക്കുന്നതും വിളവെടുക്കുന്നതും നിശ്ചിത കാലങ്ങളുണ്ട്. അങ്ങനെ ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് കാർഷിക കാലങ്ങൾ? ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 കാർഷിക കാലങ്ങളാണുള്ളത്: ഖാരിഫ്, റാബി, സയ്ദ്. എന്തൊക്കെയാണ്? ഖാരിഫ്, റാബി, സയ്ദ്. ഇങ്ങനെ 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ ഓരോ കാലത്തും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് അറിയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണുള്ളത്: ഖാരിഫ്, റാബി, സയ്ദ്. അതിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം എന്താണ്, ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണേത്, സയ്ദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവയൊക്കെ എന്താണ് ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളുണ്ടെങ്കിലും 3നും വ്യത്യസ്തതയാണുള്ളതല്ലേ. ഒന്നിന് നന്നായി ജലം ആവശ്യമുണ്ട്, ഖാരിഫിന് നന്നായി ജലം ആവശ്യമുണ്ടെങ്കിൽ റാബിയിലേക്ക് എത്തുമ്പോൾ മിതമായ തോതിലാണ് ജലം വേണ്ടത്. സയ്ദിലേക്ക് വരുമ്പോൾ ജലം ആവശ്യമാണെങ്കിലും ഇത് പൊതുവെ വേനൽക്കാല കാർഷിക കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഖാരിഫ് കാലത്ത് നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവരയൊക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ റാബി ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. റാബിയിൽ കഴിഞ്ഞ് നമ്മൾ സയ്ദിലേക്ക് വരികയാണെങ്കിൽ സയ്ദ് തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകളൊക്കെയാണ് ഈ സമയത്ത് കൃഷി ചെയ്യുന്നത്. ഭക്ഷ്യവിളകൾ ഇന്ത്യയിൽ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ, നാരുവിളകൾ, എണ്ണക്കുരുക്കൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. നമ്മൾ ഭക്ഷ്യവിളകൾ എടുത്താൽ ആ ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. മൃദുധാന്യങ്ങളായിട്ടുള്ള നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായിട്ടുള്ള ബജ്ര, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്.
പയർ, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ എന്താണ് ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. അതിൽ മൃദുധാന്യങ്ങളാണ് നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളാണ് ബജ്റ, ചോളം, റാഗിയൊക്കെ. പയറ്, തുവര എന്നിവയൊക്കെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പയറുവർഗ്ഗങ്ങളാണ്. നാണ്യവിളകൾ നോക്കുകയാണെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ നാണ്യവിളകളാണ്. നാരുവിളകളാണെങ്കിലോ പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നാരുവിളകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എണ്ണക്കുരുക്കൾ എന്താണെന്ന് നോക്കിയാൽ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ എണ്ണക്കുരുക്കളിൽ പെടും. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ പലതും തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എണ്ണക്കുരുക്കൾ നോക്കുകയാണെങ്കിൽ ഭക്ഷ്യ എണ്ണകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തിയൊക്കെ എണ്ണക്കുരുക്കളിൽ പെടുന്നതാണ്. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകൾ. നാണ്യവിളകളാണെങ്കിൽ അത് വാണിജ്യാടിസ്ഥാനത്തിലാണ്. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കളൊക്കെയാണ് നാണ്യവിളകൾ. ഇവിടെ നമ്മൾ പിന്നീട് ഭക്ഷ്യവിളകളിലേക്ക് വന്നാൽ അത് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളെന്ന് പറഞ്ഞ് അവയെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. മൃദുധാന്യങ്ങളാണ് നെല്ല്, ഗോതമ്പ് തുടങ്ങിയവയൊക്കെ. പരുക്കൻ ധാന്യങ്ങളാണ് ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയൊക്കെ. പയറ്, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പയറുവർഗ്ഗങ്ങളെന്ന് പറയാം.